ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ അടുത്ത ഐറ്റമായിട്ടാണ് വന്നിട്ടുള്ള കൊഞ്ച് റോസ്റ്റ് എങ്ങനെ ഉണ്ടാക്കുക അതിൻ്റെ ഐറ്റംസ് ആണ് കേട്ടോ ഈ കാണിച്ചിരിക്കുന്നത്. അപ്പോൾ നേരെ കൊഞ്ചിന് നന്നായിട്ട് കഴുകി വൃത്തിയായി മുളക് പൊടിയും ഉപ്പും കൂടിയിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക. കുറച്ച് മഞ്ഞപ്പൊടിയും കൂടിയിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യുക കേട്ടോ. എന്നിട്ട് നേരെ ഒരു പാൻ എടുത്ത് വയ്ക്കുക. അതിൽ കുറച്ച് ഓയിൽ ആഡ് ചെയ്ത് കൊടുക്കുക. നമ്മൾ നേരത്തെ പുരട്ടി വെച്ച കൊഞ്ചിനെ ഇതോട്ട് പൊരിച്ചെടുക്കണം കേട്ടോ. ഒറ്റ ട്രിപ്പിൽ എല്ലാം കൂടി ഇടുന്നില്ല, 2 പ്രാവശ്യമായിട്ടാണ് ഇടുന്നത്. എന്നിട്ട് ഈ ഒരു കളറാകുമ്പോഴേക്കും നമ്മൾ പൊരിച്ച് കോരി എടുക്കുന്നുണ്ട്. വേറൊരു പാത്രത്തിലോട്ട് മാറ്റുന്നുണ്ട് കേട്ടോ. ഇനി നമുക്ക് നേരെ ഇതിൻ്റെ മസാല തയ്യാറാക്കാം. ആ ഒരു ഓയിൽ തന്നെ ചെയ്യുന്നു. നേരെ കടുക് പൊട്ടിക്കുന്നു. നമ്മൾ കറിവേപ്പില, ഇഞ്ചി, പച്ചമുളക് കേട്ടോ, ഇതെല്ലാം ആഡ് ചെയ്ത് കൊടുക്കുക. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക കേട്ടോ. എന്നിട്ട് നമ്മൾ നേരത്തെ ചോപ്പ് ചെയ്ത് വെച്ചില്ലേ സവാള, അതും കൂടി ഇട്ട് കൊടുക്കുക. കുറച്ച് ഉപ്പും കൂടി ഇട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക കേട്ടോ. എന്നിട്ടൊരു 5-10 മിനിറ്റ് നമുക്ക് അടച്ച് വെച്ച് വേവിക്കാം. ജസ്റ്റ് തുറക്കുമ്പോഴേക്കും ഈ ഒരു വേവാകുമ്പോഴേക്കും നമ്മളൊന്നും കൂടെ മിക്സ് ചെയ്യുക കേട്ടോ. മിക്സ് ചെയ്തിട്ട് നമുക്ക് പൊടികൾ ആഡ് ചെയ്ത് കൊടുക്കുക. നമ്മൾ ആ മുളക് പൊടി, കുരുമുളക് പൊടി കേട്ടോ, അതും കൂടി ഇട്ടുകൊണ്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക കേട്ടോ. എന്നിട്ട് നമ്മൾ കുറച്ച് ചൂടുവെള്ളം അതും കൂടി ഇട്ട് ഒന്നും കൂടെ നന്നായിട്ട് മിക്സ് ചെയ്യുക. മിക്സ് ചെയ്ത് ഈ ഒരു ഇതാകുമ്പോഴേക്കും നമ്മൾ ചിക്കൻ മസാലയില്ലേ അതും കൂടെ ഒന്ന് ആഡ് ചെയ്ത് കൊടുക്കുക കേട്ടോ. ടേസ്റ്റിനാണ്, ഫ്ലേവറിന് വേണ്ടിയാണ്. ഓക്കെ, നമ്മൾ നേരത്തെ പൊരിച്ച് കോരി വെച്ച കൊഞ്ചിനെ ഇതിലോട്ടിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക കേട്ടോ. കൊഞ്ച് റോസ്റ്റ് റെഡി ആയി കഴിഞ്ഞു. നിങ്ങളെല്ലാവരും വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കണം. ഭയങ്കര സിമ്പിൾ ആൻഡ് ഈസിയാണ്. എന്നിട്ട് വേറൊരു പാത്രത്തിലോട്ട് നമ്മൾ സെർവ് ചെയ്ത് മാറ്റുന്നുണ്ട്. നിങ്ങളെല്ലാവരും വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കണം. എൻ്റെ വീഡിയോ ഇഷ്ടമെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ടാറ്റ, ബൈ ബൈ, സീ യു.